ഹായ് ഫ്രണ്ട്സ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വോട്ടുമോഷണ വിവാദത്തിൽ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വാർത്തയുണ്ട്. ഒക്ടോബർ നവംബറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറില് ശ്രീ അമിത്ഷായും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്ന് ഒരു സീതാക്ഷേത്രത്തിന് തറക്കല്ലിട്ടു. അയോധ്യയിലെ രാമക്ഷേത്രത്തോട് ഏകദേശം അടുത്തു വരുന്ന ഒരു വലിയ ക്ഷേത്രം. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കാൾ 5 അടി മാത്രമേ ഉയരം കുറവുള്ളൂ ഇതിന്. ഇതുപോലെ ഏകദേശം അതേ വലിപ്പം തന്നെ വരും. 880 കോടിയിലേറെ രൂപ ബീഹാർ സർക്കാർ അതിനുവേണ്ടി മുടക്കുവാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട പ്രധാന വസ്തുത എന്ന് പറയുന്നത്, ഇന്ത്യ ഇപ്പോഴും ആ ക്ഷേത്രങ്ങളും ആചാരങ്ങളും അമ്പലങ്ങളും ഒക്കെ കഴിയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോഴും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് എന്നുള്ളതാണ്. ഈ 21ാം നൂറ്റാണ്ടിലും ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കുന്ന പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, ശാസ്ത്രബോധം വർദ്ധിക്കുമ്പോൾ മതവിശ്വാസവും മതാചാരങ്ങളും കുറയുമെന്നുള്ളതാണ്. ഞാൻ ആവർത്തിക്കുന്നു, ശാസ്ത്രബോധം വർദ്ധിക്കുമ്പോൾ മതവിശ്വാസം കുറയും. അതുകൊണ്ട് തന്നെയാണ് മറ്റു പല വികസിത രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ഒക്കെ അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോകാൻ ആൾക്കാരില്ല. അവർക്ക് അതിന് സമയമില്ല. ഞായറാഴ്ചകളിൽ പോലും ജോലി ചെയ്യാൻ പോകുന്നവരാണ് അമേരിക്കയിൽ ഭൂരിഭാഗവും. അവർ നന്നായി ജോലി ചെയ്യുന്നു, നന്നായി സമ്പാദിക്കുന്നു, നന്നായി ജീവിക്കുന്നു. ആ ലെവലിലേക്ക് ഇന്ത്യ എത്തണമെങ്കിൽ ഒരു 50 വർഷം കൂടിയെങ്കിലും മിനിമം കഴിയേണ്ടി വരും. 50 വർഷം കഴിഞ്ഞാലും എത്തുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ ജനസമൂഹം ഇപ്പോഴും ആ ക്ഷേത്രാരാധനയിലും ആ മതവിശ്വാസത്തിലും ഒക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് കഴിയുന്നില്ല. മതമെന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പണ്ട് കാർൽ മാർക്സ് പറഞ്ഞു. അത് അതുപോലെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, മതമെന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ബലഹീനതയാണ്. മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിലാണ് ഏറ്റവും അധികം വംശഹത്യകൾ നടന്നിട്ടുള്ളത്. അത് ഒരു മതമല്ല, എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ശ്രീ കമലഹാസന്റെ ദശാവതാരത്തിൽ ആദ്യ ഭാഗം കാണിക്കുന്നുണ്ട്. ശിവഭക്തന്മാരും വിഷ്ണു ഭക്തന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്നതും പരസ്പരം കൊന്നു തീർക്കുന്നതും. അത് ഹിന്ദുക്കൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്, മുസ്ലിങ്ങളും ഏറ്റുമുട്ടാറുണ്ട്, ക്രിസ്ത്യാനികളും അതെ. ഒരു ഷിയ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സുന്നി മുസ്ലിമാണ്, ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഒന്നുമല്ല. അതുപോലെ നമ്മൾ മറക്കാൻ പാടുള്ള മറ്റൊരു വസ്തുതയുണ്ട്. ലക്ഷക്കണക്കിന് ആൾ കൊല ചെയ്യപ്പെട്ട കുരിശ് യുദ്ധങ്ങൾ, ക്രൂഷേഴ്സ്, ക്രിസ്തു മതത്തിന്റെ പേരിലാണ്, ഈശ്വരന്റെ പേരിൽ തന്നെ ആയിരുന്നു. അങ്ങനെ എല്ലാ മതങ്ങളും ഒരു കാലത്തിൽ മറ്റൊരു കാലത്ത് പരസ്പരം കൊന്നൊടുക്കിയിട്ടുണ്ട് ഈശ്വരന്റെ പേരിൽ. ഈശ്വരന് വേണ്ടിയല്ല, അങ്ങനെ പറയരുത്, ഈശ്വരന്റെ പേരിൽ. അങ്ങനെ നോക്കുമ്പോൾ മതമെന്ന് പറയുന്നത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതിന് ഈശ്വര വിശ്വാസമോ വലിയ ബന്ധമൊന്നുമില്ല. ഇന്ത്യയിലാണെങ്കിൽ പോലും ഈ മതവിശ്വാസത്തിന്റെ അട്ടിപ്പേര് തങ്ങൾ കാണുന്ന അവകാശപ്പെടുന്ന സംഘപരിവാർ സംഘടനകൾ യഥാർത്ഥ മതവിശ്വാസികളാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവർക്കൊക്കെ നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. രാഷ്ട്രീയ ലക്ഷ്യം നേടുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് മതവും മതവിശ്വാസവും ഒക്കെ. തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം ഒരാളിന്റെ വ്യക്തിപരമായ കാര്യമാണ്, നമ്മൾ അതിലേക്ക് കൈകടത്തേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഈ 21ാം നൂറ്റാണ്ടിലും നമ്മളിപ്പോഴും മതവിശ്വാസവും ഈശ്വര വിശ്വാസവും അമ്പലം പണിയിലും പള്ളി പൊളിക്കലും ഒക്കെയായി മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നത് അത്യന്തം പരിതാപകരമെന്നേ പറയേണ്ടതുള്ളൂ. ഇതൊക്കെ ആരോട് പറയാൻ? ഒരു കാര്യവുമില്ല. താങ്ക് യു.